പൂനെയിൽ നിന്ന് കാണാതായ മലയാളി സൈനികൻ വിഷ്ണു നാട്ടിൽ തിരിച്ചെത്തി. കാണാതായ 16 ദിവസത്തിന് ശേഷം ബംഗളൂരുവിൽ നിന്ന് കണ്ടെത്തിയ വിഷ്ണുവിനെ അല്പസമയം മുൻപാണ് കോഴിക്കോട് എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ടാണ് മാറി നിൽക്കാൻ കാരണം എന്നും സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു എന്നും വിഷ്ണു പ്രതികരിച്ചു. ഇല്ല അറിഞ്ഞില്ല. സാറുമാരെ കൂടെ ഇപ്പോൾ വണ്ടിയിൽ വരുമ്പോൾ സാറുമാരെ പറഞ്ഞപ്പോഴാണ് ഇത്ര വലിയ ഫോണ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഒരു അപ്പത്തൊരു ഇതിന് പറ്റി ഇപ്പോൾ ഹാപ്പിയാണ് ഞാൻ. കാരണം സാറുമാരും ഒരുപാട് പേര് ബുദ്ധിമുട്ടി, അതിലൊരു വിഷമമുണ്ട്. നല്ല രാത്രി സംസാരിച്ചിട്ടുണ്ടായിരുന്നു സാറുമാരെ കണ്ടതിന് ശേഷം. അപ്പോൾ ബംഗളൂരുവിലുണ്ടായിരുന്ന വിഷ്ണു അറിഞ്ഞില്ലെന്നാണോ? ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ വച്ചിരുന്നത്. ഷഹദ്, നാട്ടിൽ ഉണ്ടായിരുന്ന ഇത്രയും വലിയ പുകില് അടുത്ത് ബംഗളൂരുണ്ടായിരുന്ന വിഷ്ണു ഒന്നും അറിഞ്ഞില്ല എന്നാണോ? വിഷ്ണു പ്രധാനമായിട്ടും പറയുന്നത് വിഷ്ണുവിൻ്റെ മൊബൈൽ ഫോൺ ഓഫായിരുന്നു. അതുകൊണ്ട് വിഷ്ണു നാട്ടിൽ നടന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചൊന്നും കാര്യമായിട്ട് അറിവുണ്ടായിരുന്നില്ല. ഇപ്പം പോലീസ് സ്ഥലത്തെത്തി പോലീസ് പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത് എന്നുള്ളതാണ് വിഷ്ണു ഇപ്പം നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. 17-ാം തീയതിയാണ് വിഷ്ണുവിനെ കാണാതാകുന്നത്. തുടർന്ന് പോലീസ് പലതരത്തിലുള്ള അന്വേഷണം നടത്തുന്നു. ആദ്യഘട്ടത്തിൽ വിഷ്ണുവിൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കണ്ണൂരിൽ എത്തി ലീവിന് വരികയാണ് എന്നായിരുന്നു. എന്നാൽ പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അത് കണ്ണൂരിലല്ല, മറ്റൊരു സംസ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കുന്നു. തുടർന്ന് ഈ മൊബൈൽ ഫോണും അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടുമൊക്കെ നടത്തിയ അന്വേഷണത്തിലാണ് ഏറ്റവും ഒടുവിൽ വിഷ്ണു ഇന്ന സ്ഥലത്താണ് എന്ന് മനസ്സിലാക്കുന്നത്. അതിനു മുൻപ് വിഷ്ണു ATM-ൽ നിന്ന് പണം പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. ആ പണം പിൻവലിച്ചത് ഇവിടെ നിന്നാണ് കണ്ടെത്തുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണം ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ വിഷ്ണുവിലേക്ക് എത്തുന്നത്. അല്പസമയം മുൻപാണ് വിഷ്ണു ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. വിഷ്ണുവിൻ്റെ അമ്മയും അച്ഛനും അതുപോലെ തന്നെ സഹോദരങ്ങളും അതുപോലെ ബന്ധുക്കളും ഒക്കെ ഇപ്പം വിഷ്ണുവിനെ സ്വീകരിക്കാനായിട്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ മാസം 11-ാം തീയതിയായിരുന്നു വിഷ്ണുവിൻ്റെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനിടയിലാണ് ഈ കാണാതാവുകയും ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ വിഷ്ണുവിൻ്റെ ലീവ്, അതായത് വിവാഹത്തെ ആവശ്യത്തിനായി വിഷ്ണുവിൻ്റെ ലീവ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലീവ് സാങ്ഷൻ ആവുകയും ചെയ്തു. ആ ലീവ് കൈപ്പറ്റാൻ വിഷ്ണു എത്തിയിട്ടുണ്ടായിരുന്നില്ല. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വിഷ്ണു ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും പരിശോധന, വിഷ്ണു സൈനികനാണ്, അവിടെ നിന്നും പരിശോധന നടക്കുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് ഈ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം തീ തിന്നുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഈ പുതുവർഷ പുലരിയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു ദിവസം അത് വിഷ്ണുവിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നിറഞ്ഞ ഒരു കാര്യമാണ്. കാരണം ഇന്നലെ രാത്രി 11:30-12 മണിയോട് കൂടിയിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ വിഷ്ണുവിന് ഫോൺ നൽകുകയും വിഷ്ണു വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്തത്. തുടർന്ന് അമ്മയും അച്ഛനും സംസാരിച്ചു. അവരുടെ പ്രതികരണം ഇന്ന് നമ്മൾ രാവിലെ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ അതായത് കാര്യമായി ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു. ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചു. എത്രയും വേഗം മകൻ വീട്ടിലേക്ക് തിരിച്ചു വരണം എന്നതാണ് തങ്ങളുടെ ആഗ്രഹം എന്നുള്ളതായിരുന്നു വിഷ്ണുവിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്പസമയം മുൻപ്, അതായത് വിഷ്ണു വരുന്നതിന് ഏകദേശം ഒരു 10-15 മിനിറ്റ് മുമ്പാണ് അമ്മയും അച്ഛനും അതുപോലെ തന്നെ മറ്റ് ബന്ധുക്കളുമൊക്കെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെയുള്ള, അതായത് നമ്മൾ നിൽക്കുന്ന എലത്തൂർ പോലീസ് സ്റ്റേഷനിലെ SIയും സംഘവുമാണ് വിഷ്ണുവിനെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം വിഷ്ണുവിൻ്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. താൻ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു, അതുകൊണ്ട് കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കണം എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ അത് ഇത്ര വലിയ വാർത്തയാകും അല്ലെങ്കിൽ ഇത്ര വലിയ സംഭവമാകും എന്നുള്ളത് താൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വിഷ്ണുവിൻ്റെ പ്രതികരണം. എന്തായാലും നിലവിൽ ഇപ്പോൾ വിഷ്ണു CAയുമായിട്ട് സംസാരിക്കുകയാണ്. പെട്ടെന്ന് ഒരുപക്ഷെ വിഷ്ണുവിനെ വീട്ടിലേക്ക് പോകാൻ സാധിക്കില്ല. കാരണം ഇത് മാൻ മിസ്സിംഗ് കേസാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ വൈദ്യപരിശോധന നടത്തണം. ആ വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം വിഷ്ണുവിനെ കോടതിയിൽ ഹാജരാക്കണം. കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം മാത്രമേ വിഷ്ണുവിനെ എന്തായാലും തിരികെ വീട്ടിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പം അതിനുശേഷം മാത്രമേ വിഷ്ണുവിനെ തിരികെ വീട്ടിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നിലവിൽ ഇപ്പോൾ വിഷ്ണു തിരിച്ച് നാട്ടിലെത്തിയിരിക്കുന്നു. ഇനി കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ ഇതിന് ശേഷം CAയുമായൊക്കെ ബന്ധപ്പെട്ട് സംസാരിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഷഹദ് റഹ്മാനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.